നീ പകരം ഞാൻ ശത്രുക്കളോടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതിക്കാതെ പരിഹരിക്കും. ഉൽപ്പത്തി 3:15. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. യെശയ്യാ 11:1-2. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു. കൂരേത്തിൽ ദേശത്ത് വസിച്ചിരുന്നവരുടെ പ്രകാശം ഉദിച്ചു. യെശയ്യാ 9:8. ഒരു ശാന്ത രാത്രിയിൽ കുഞ്ഞീശോ, നമ്മുടെ ഉണ്ണീശോ ജനിച്ചു. എളിയവനായി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി പുലിമുകളിൽ പിറന്നു വീണ ഈശോനാഥൻ അങ്ങനെ വളർന്ന് ഒരു കൊച്ചുകുട്ടിയായി കഴിഞ്ഞു. യൗസേപ്പിതാവിനും മാതാവിനും ഒത്തിരി ഇഷ്ടമുള്ള അനുസരണശീലമുള്ള വിവേകിയായ ഒരു മിടുക്കൻ. 30-ാം വയസ്സിൽ തന്റെ സ്വർഗീയ പിതാവിന്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിച്ചു. പ്രഭാഷണങ്ങൾ, രോഗശാന്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, എല്ലാത്തിനുമൊടുവിൽ ദൈവരാജ്യത്തിന്റെ ശത്രുക്കളായ പീഡാസഹനം, കുരിശുമരണം. എന്നാൽ മരണത്തെ ജയിച്ച് ഈശോ ഉയർത്തെഴുന്നേറ്റു. അവിടെ നിന്നും 40-ാം ദിവസം തന്റെ പിതാവിന്റെ അടുത്തേക്ക് അവൻ ആരോപണം ചെയ്തു. പക്ഷേ
അതിനു മുൻപ് തന്നെ ഭൂമിയിലുള്ള തന്റെ സഹോദരങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ വിഷമിച്ച ഈശോ എങ്ങനെ എന്നും അവരോടൊപ്പം ജീവിക്കാം എന്ന് ചിന്തിച്ചു. ദിവ്യകാരുണ്യം എന്ന മഹാ അത്ഭുതമായ കൂടാശ സ്ഥാപിച്ചിരുന്നു. ഒരു ചെറിയ അപ്പമായി ഈശോ ജീവനോടെ ദിവ്യകാരുണ്യമായി നമ്മോടുള്ള സ്നേഹത്തിന്റെ അത്യുന്നത അനുഭവമായി ഇന്നും വസിക്കുന്നു. ഓരോ പ്രാവശ്യവും നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വരുന്നു. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാലോ? യേശു പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. യോഹന്നാൻ 6:56. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവർ ഒരിക്കലും നശിക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവർ ദാഹിക്കുകയില്ല. യോഹന്നാൻ 6:35. അവരോടൊപ്പം ഭക്ഷണത്തിൽ നിന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ലൂക്ക 24:30-31. ദൈവം മരണം ചെയ്തു. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേലും എന്റെ ആത്മാവ് വർഷിക്കും. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്ക 11:13. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊല്ലപ്പെട്ടിരിക്കുന്നു. റോമ 5:5. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുകം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. റോമ 12:17. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സർവ്വ സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നൽകട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. റോമ 15:13. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധമായ പ്രാർത്ഥനകൾ നിങ്ങൾ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും. യൂദാസ് 1:20. ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫേസോസ് 2:22. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവർക്കും